സർവശക്തനായ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം അതിയായി മഹത്വപ്പെടുമാറാകട്ടെ. നിങ്ങൾ ശ്രവിക്കുന്നത് ജീസസ് വോയിസ് മെസ്സേജ്. എല്ലാ ശ്രോതാക്കൾക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ നാമത്തിൽ സ്വാഗതം. അല്പസമയ ധ്യാനത്തിന് ഒരു തിരുവചനം വായിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം അധ്യായം 16 വാക്യം 13. എന്നാറെ അവൾ, എന്നെ കാണുന്നവനെ ഞാൻ ഇവിടെയും കണ്ടുവോ എന്ന് പറഞ്ഞു. തന്നോട് അരുളി ചെയ്ത യഹോവയ്ക്ക്, ദൈവമേ, നീ എന്നെ കാണുന്നു എന്ന് പേർ വിളിച്ചു. കർത്താവിൽ പ്രിയരെ, നാം വായിച്ചു കേട്ട ഉൽപ്പത്തി പുസ്തകം 16 അധ്യായത്തിൽ ഹാഗാറിൻ്റെ ചരിത്രമാണ് നാം കാണുന്നത്. അബ്രഹാമിൻ്റെ ദാസിയായ ഹാഗാർ. ഈ ഹാഗാർ അബ്രഹാമിൻ്റെ ഭവനത്തിൽ വസിച്ചിരുന്നതാണ്. എന്നാൽ ഒരു ദിവസം ആ ഭവനത്തിൽ ഉണ്ടായ അസമാധാന നിമിത്തം അവൾ വീട് വിട്ട് അഥവാ നാട് വിട്ട് ഓടിപ്പോവുകയാണ്. ആ യാത്രയിൽ ദൈവത്തിൻ്റെ ദൂതൻ വഴിയിൽ വച്ച് അവളെ സന്ദർശിക്കുകയും അവളോട് സംസാരിക്കുകയും ചെയ്തു. നീ എവിടെ നിന്ന് വരുന്നു, എങ്ങോട്ട് പോകുന്നു എന്ന് ദൈവദൂതൻ ചോദിക്കുവാനിടയായി. അതിന് അവൾ സത്യം പറഞ്ഞു. ഞാൻ എൻ്റെ യജമാനത്തി സാറായിയെ വിട്ട് ഓടിപ്പോകുകയാകുന്നുവെന്ന് പറയുവാനും ഇടയായി. അതിന് മറുപടിയായി ദൈവദൂതൻ അവളോട്, നിൻ്റെ യജമാനത്തിയുടെ അടുക്കൽ മടങ്ങിച്ചെന്ന് അവൾക്ക് കീഴടങ്ങിയിരിക്കുവാനുള്ള കൽപ്പനയും കൊടുത്തു. തുടർന്ന് ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളെ ദൈവദൂതൻ ഹാഗാറിനോട് അറിയിച്ചു. ഞാൻ നിൻ്റെ സന്തതിയെ ഏറ്റവും വർദ്ധിപ്പിക്കും. അത് എണ്ണിക്കൂടാതെ വണ്ണം പെരുപ്പമുള്ളതായിരിക്കും. നീ ഇപ്പോൾ ഗർഭിണിയാണല്ലോ. നീ ഒരു മകനെ പ്രസവിക്കും. യഹോവ നിൻ്റെ സങ്കടം കേൾക്കൊണ്ട് അവന് ഇശ്മായേൽ എന്ന് പേർ വിളിക്കണമെന്നും ദൈവദൂതൻ ഹാഗാറിനോട് പറഞ്ഞു. ഈ ദൈവദൂതനും ഹാഗാറിനും മധ്യയുള്ള അഭിമുഖ സംഭാഷണത്തിന് ശേഷമാണ് നാം ഇന്ന് വായിച്ചു കേട്ട ഉൽപ്പത്തി പുസ്തകം 16 അധ്യായം 13 വാക്യത്തിൽ ഹാഗാർ ഇപ്രകാരം പറയുന്നത്, എന്നെ കാണുന്നവനെ ഞാൻ ഇവിടെയും കണ്ടുവോ എന്ന് പറഞ്ഞു. യഹോവേ, നീ എന്നെ കാണുന്നു എന്ന് അവൾ പറയുവാനിടയായി. നമ്മെ കാണുന്ന ഒരു ദൈവം. പലപ്പോഴും നമ്മുടെ ചിന്ത ദൈവം നമ്മെ കാണുന്നില്ല എന്നാണ്. ദൈവം ഈ മുഴു പ്രപഞ്ചത്തെ സൃഷ്ടിച്ചവനാണ്. 139 സങ്കീർത്തനത്തിൽ, ഞാൻ പാതാളത്തിൻ്റെ അറ്റത്ത് ചെന്ന് പാർത്താൽ പോലും അവിടുന്ന് നീ എന്നെ പിടിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. നാം ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും കിടക്കുന്നതും ഒക്കെ കാണുന്ന ദൈവം, നമ്മെ കാണുന്ന ഒരു ദൈവത്തെക്കുറിച്ചാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. പുതിയ നിയമത്തിൽ ഫിലിപ്പോസ് അത്തിയുടെ കീഴിലിരിക്കുമ്പോൾ അവനെ കണ്ടു എന്ന് യേശു പറഞ്ഞപ്പോൾ അവൻ അതിശയിച്ചു പോയി. എപ്പോഴാണ് ഞാൻ ആ അത്തിയുടെ കീഴിൽ ഇരുന്നപ്പോൾ യേശു എന്നെ കണ്ടത്? യേശു ആ പരിസരത്തൊന്നും വന്നില്ലല്ലോ എന്ന് ഫിലിപ്പോസ് ചിന്തിക്കുവാനിടയായി. ദൈവം സൃഷ്ടാവാകെ ദൈവത്തിൻ്റെ കണ്ണ് മുഴുപ്രപഞ്ചത്തെയും മുഴുവൻ സൃഷ്ടിയെയും
കാണുന്നു എന്നുള്ളതാണ്. ദൈവത്തിനൊന്നും മറഞ്ഞിരിക്കുന്നില്ല. നമ്മുടെ കഷ്ടതകൾ, നമ്മുടെ പ്രതിസന്ധികൾ, നാം അനുഭവിക്കുന്ന എല്ലാ ജീവിത സാഹചര്യങ്ങളും ദൈവം കാണുന്നു. ഇവിടെ ഹാഗാറിൻ്റെ ഒളിച്ചോട്ടം അത് കണ്ട ദൈവം ദൂതനെ അയച്ച് അവളോട് സംസാരിച്ച് വീണ്ടും അവളെ യഥാസ്ഥാനപ്പെടുത്തുകയാണ്. അതെ, ഏതൊരു സാഹചര്യത്തിലൂടെ നാം പോകുമ്പോഴും ദൈവം നമ്മെ കാണുന്നു എന്നുള്ള ബോധ്യം നമ്മെ ഭരിക്കട്ടെ. ആമേൻ, ആമേൻ.